അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീട്ടിലെത്തിയ മുംതാസ് അവള് തൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണ്. എന്തൊക്കെയാണാവോ ഇനി. അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അവൾ തൻ്റെ റൂമിലെത്തി ഫോൺ നോക്കി. സൈലൻ്റ് ആക്കിയിട്ട് പോയതായിരുന്നു. എന്താ റബ്ബേ ഇത്, എത്ര മിസ്ഡ് കോളാ. 30 മിസ്ഡ് കോളോ. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? ഇതെന്താ ഇപ്പോഴും എന്നെ ഭരിക്കാൻ വരുന്നത്? ഇതൊന്നും നടക്കൂല. അവൾ ആ ഫോണ് അവിടെ തന്നെ വെച്ചു. അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ വല്ലാത്തൊരു ഇതായുള്ളത്. ഇത്ര പെട്ടെന്ന് തന്നെ നമ്മളെ ഭരിക്കാൻ വരുന്നെന്താ, നിക്കാഹ് പോലും കഴിയാതെ. മോളെ മുംതു. എന്തോ ഉമ്മ, റാഹത്തായില്ല മോളെ പോയൊക്കെ വന്നപ്പോൾ? റാഹത്തൊക്കെ ആയുമ്മ. പിന്നെ ഉപ്പാൻ്റെ ഫോണിൽ വിളിച്ചിരുന്നല്ലോ. എന്തേ? അല്ല, നിൻ്റെ ഫോണിക്ക് വിളിച്ചത് കിട്ടുന്നില്ലാന്നോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട്. തന്നെ ഓല് പെട്ടെന്ന് തന്നെ നിക്കാഹ് വേണം, നിക്കാഹ് അയച്ച് ഓൽക്ക് അമേരിക്കയിലേക്ക് പോകണം എന്നാണല്ലോ പറയണത്. മുംതാസ് ഒന്നും മിണ്ടിയില്ല. അവൾ താഴേക്ക് നോക്കി നിന്നു. എന്താടി? ഒന്നുമില്ല. എന്നാ പിന്നെ നോമ്പിന് നിക്കാഹിന് കുഴപ്പമുള്ള കേസൊന്നുമല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളാണ് പോയിക്കോളി, അതായിരിക്കും നല്ലത്. എന്നാ പിന്നെ ഉപ്പാക്കൊരു സമാധാനമായി. മറ്റേത് എൻ്റെ കുട്ടീനെ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കാതെ എനിക്ക് സമാധാനമല്ല. സമാധാനത്തോടെ കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. അതിനിപ്പോൾ നോമ്പല്ലേ മോളെ, നോമ്പിനൊന്നും കുഴപ്പമില്ലല്ലോ. എന്താടി നിനക്കെന്തെങ്കിലും? അവളൊന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും ഞാൻ മിണ്ടിയിട്ടെന്താ, പറഞ്ഞിട്ടെന്താ? എനിക്കാരെയും കിട്ടില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചവരെ ഒന്നും. സാരല്ല, ഉമ്മയുടെ ഉപ്പയുടെയൊക്കെ സന്തോഷം അതാണ് എനിക്ക് വലുത്. മോളെ, എന്തെൻ്റെ കുട്ടിക്ക് എന്തോ ഒരു വല്ലായ്മ? ഞാൻ പോകുമ്പോഴും വിചാരിച്ചിക്കണ്, ഫൈസലിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ, വന്നപ്പോഴും അങ്ങനെ തന്നെ. മോളെ, അവിടുത്തെ ആൾക്കാരൊക്കെ എത്ര നല്ല മനുഷ്യരല്ലേ, പ്രത്യേകിച്ച് ആ ഉമ്മ. എന്തോ ഒരു നല്ല സ്നേഹവും സ്വഭാവവും. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താപ്പോൾ ചെയ്യുക. എന്നാലും അവിടെ എത്തിക്കിട്ടിയ മരുവളൊക്കെ നല്ല മരുവളല്ലേ. ഉപ്പ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നു. മോളെ. എന്തോ ഉപ്പ? മോളുടെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടണില്ലാന്നോ? അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതെന്തേ മോളെന്താ ഫോണെങ്ങനെ സ്വിച്ച് ഓഫ് ആക്കിയോ? ഇല്ലപ്പ, ഞാൻ ഫോണ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതെന്തേ? എപ്പോഴും ഫോണായിട്ട് നടക്കണ നീ എന്താ ഇവിടേക്കായിട്ട് ഫോൺ കൊണ്ടാകാതിരുന്നത്? അത്ഭുതമാണല്ലോ. ഒന്നും മറന്നില്ലെങ്കിൽ ഈ ഒരു ഫോൺ മറക്കൂലല്ലോ. അത് ഞാൻ എടുത്തില്ല. പിന്നെ ഇങ്ങനെ വെറുതെ, എനിക്കിപ്പോൾ ആരാല്ലെങ്കിലും വിളിക്കാൻ എൻ്റെ ഉമ്മ എപ്പോഴും കൂടെയുണ്ട്. പിന്നെ ഇപ്പോൾ ആര് വിളിക്കാനാ എനിക്ക്? മോളെ, എന്നാലും എൻ്റെ കോളേജിൽ നിന്നും ഫ്രണ്ട്സുകളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. ഫോൺ എപ്പോഴും കയ്യിൽ പിടിക്കണ്ടേ? അത്യാവശ്യത്തിന് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴതാ അവളുടെ ഫോണ് വീണ്ടും റിങ് ചെയ്യുന്നു. അപ്പോഴും സൈലൻ്റ്. മോളെ, അതാ ഫോൺ അടിക്കുന്നു. എന്ത് സൗണ്ടൊന്നുമില്ലല്ലോ, എന്ത് സൈലൻ്റ് ആണോ? അവൾ അതിലേക്ക് നോക്കി. അതെ, ആ നമ്പർ തന്നെ. മനസ്സിലായി, തന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാണെന്ന്. മോളെ, ഫോൺ എടുത്ത് നോക്ക്. ആരാ നോക്ക്. അതിപ്പാ മോളെ, അവനാണോ? ഒന്നെടുത്ത് നോക്ക്. ഉപ്പയുടെ നിർബന്ധം. അവൾ ഫോൺ എടുത്തു. മിണ്ടിയില്ല. എന്താ മോളെ മിണ്ടാത്തത്? അതുമ്മ ഒന്നുമില്ല. പെട്ടെന്ന് നമ്മൾ ഫോൺ കട്ട് ചെയ്ത് അവിടെ വെച്ചു. പിന്നെ എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിലേ ആവാം. നോക്കി, നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും നിക്കാഹിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാണ്ടെങ്കിലേ അവർ പറഞ്ഞോട്ടെ. ഉമ്മയും ഉപ്പയും അങ്ങോട്ട് മാറി നിന്നു. സത്യം പറഞ്ഞാൽ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. വീണ്ടും അതാ ഫോൺ ബെല്ലടിക്കുന്നു. സൈലൻ്റ് ഓപ്ഷൻ അവൾ ഒഴിവാക്കി. അല്ലെങ്കിലും എന്താ? ഹലോ, എന്താടേ നിനക്ക് ഫോൺ എടുക്കാൻ എത്ര മടി? അതിലെത്ര മിസ്ഡ് കോളുണ്ട്, നീ ശ്രദ്ധിച്ചോ? അത് 30 അങ്ങനെ എന്ത്, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കണ്ടു. ആരായിരിക്കും അത്? എന്നാലും ഉണ്ടല്ലോ, അത്രയും മിസ് കോള് കാണുമ്പോൾ ഒന്ന് തിരിച്ച് വിളിക്കുക. നീ നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നേടിയെടുത്തു അല്ലേ? എന്ത് നിങ്ങൾ പറയുന്നത്? അല്ലേ, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീ നൈസായിട്ട് അങ്ങോട്ട് പോയി അല്ലേ, ഫോൺ സൈലൻ്റ് ആക്കിയിട്ട്. അതെ, എന്തായി, കാര്യങ്ങളൊക്കെ നടന്നോ?
നിൻ്റെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയുള്ള വീട്ടിലേക്കുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു? പ്ലീസ് അനാവശ്യം പറയരുത്. എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെയാണ് പോയത്. അപ്പം പിന്നെ ആരായിരുന്നു ഡ്രൈവർ? എന്തിനു നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റില്ലേ? പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അതങ്ങ് കേട്ടില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ നിൻ്റെ ആരാ? അത് പറ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ആരുമല്ല. അപ്പോൾ ഞാൻ നിന്നെ കാണാൻ വന്നതോ എന്തുദ്ദേശത്തിലാണ്? അതെനിക്കറിയില്ല. എല്ലാത്തിനും തർക്കുത്തരാണല്ലോ നീ പറയുന്നത്. പറമോളെ, ഞാൻ നിൻ്റെ ആരാണ്? എന്തിനാണ് ഞാൻ നിൻ്റെ വീട്ടിൽ വന്നത്? എനിക്ക് നിന്നിലുള്ള അവകാശം എന്താ? സംഭവമൊക്കെ ഓക്കെ തന്നെയാണ്. നിങ്ങൾ എന്നെ കാണാൻ വന്നു, അതൊക്കെ. പക്ഷേ നിക്കാഹ് കഴിയുന്നത് വരെ ഇതുവരെ നിങ്ങൾ എൻ്റെ ആരുമല്ല. എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിച്ചാൽ മതി. ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാം അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അടിമയാവുള്ളൂ. അടിമ, നല്ല ബെസ്റ്റ് പേര്, അടിമ അല്ലേ? പിന്നെ എന്താ പറയുക, ഇപ്പോഴെന്നെ ഇങ്ങനെ തന്നെയാണ്. സാധാരണത്തെ രീതിയിൽ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ, നിക്കാഹ് എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവർ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ്. ഞാൻ അതിനാണല്ലോ ഒരുങ്ങിയത്. നിന്നെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രമേ ഒരുങ്ങിയിട്ടുള്ളൂ. അല്ലാതെ ഇതാണോ സംരക്ഷണം? ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഒരു ഇഫ്താർ മീറ്റിന് പോയതിൽ അതെനിക്ക് ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്ത് കാര്യം? അതെ, നിൻ്റെ വീട്ടിലെങ്ങനെ ആങ്ങള കാമുകൻ എന്നൊക്കെ പറഞ്ഞെടുത്തിങ്ങനെ നടക്കണ്ടല്ലോ, അവനെ എനിക്കങ്ങ് തീരെ പിടിച്ചിട്ടില്ല. എനിക്കൊട്ടും താല്പര്യമില്ല നീ അവനോട് സംസാരിക്കുന്നതും ഒന്നും. അതിന് ഞാൻ എന്ത് സംസാരിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? ഓ ഇല്ല, പിന്നെ നിങ്ങൾ എന്താ സംസാരിക്കാത്തത്? അതെ, കൂടുതലായിട്ട് നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദയവായി പ്ലീസ്, നിങ്ങൾ എനിക്ക് താല്പര്യമില്ലാത്ത വിഷയം ഞാൻ ഇതിൽ നിന്ന് പെരുമാറണം. ആഹാ മുംതാസ്, അതെ, നിക്കാഹിന് ദിവസങ്ങളില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് അമേരിക്കയിലേക്ക് പോകണം. നിനക്ക് നിൻ്റെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു ഡിമാൻഡുണ്ട്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം കാണും നീ അവനുമായി കാണുകയോ സംസാരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ അതിനുള്ളത് അപ്പക്കപ്പം ഞാൻ തന്നിരിക്കും. എന്ത് തരുന്ന പറയുന്നത്? അതിനുള്ള പരിഹാരം ഞാൻ അതുപോലെ ചെയ്യുന്ന പറയണത്. എനിക്ക് പേടിയില്ല. നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്നുമില്ല, ഒരിക്കലും ഇപ്പോൾ ഫൈസിക്കയോട് എനിക്കില്ല ഒന്നും. ഞാൻ അങ്ങനത്തെ ചിന്താഗതിയിലല്ല ഇപ്പോൾ ഉള്ളത്. ഒരിക്കലുണ്ടായിരുന്നെങ്കിലും ഇപ്പം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും സന്തോഷിപ്പിക്കണം. ഓഹോ, ഉമ്മയും ഉപ്പയും സന്തോഷിക്കാനായിരിക്കൂലേ ഈ ഒരു നാടകമൊക്കെ കളിക്കുന്നത്? എന്ത് നാടകം ഞാൻ കളിച്ചത്? അല്ല, നീ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതൊക്കെ ആർക്കോ വേണ്ടിയായിരിക്കും. മനസ്സിൽ മറ്റൊരുത്തൻ, നിക്കാഹ് കഴിക്കുന്നത് വേറൊരുത്തൻ. അതങ്ങ് മാറ്റിയെടുക്കണമല്ലോ. പ്ലീസ് ദയവായി അങ്ങോട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവൾ ഫോൺ കട്ട് ചെയ്തു. അവൾ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. പഠിച്ചോനെ, എന്തെൻ്റെ ജീവിതം ഇങ്ങനെ? എനിക്ക് സംഭവിക്കുന്നത് എനിക്കറിയില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും എങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. ഞാനെന്താ ചെയ്യാം? അവൾക്ക് തൻ്റെ ഭാവി ജീവിതത്തിനെ കുറിച്ച് തീരെ താല്പര്യമില്ലാതെയായി. എന്തിനു വേണ്ടിയിട്ടാണ് എന്നെങ്ങനെ ഇപ്പോഴെന്നെങ്ങനെ നിക്കാഹ് കഴിഞ്ഞാൽ എങ്ങനെ ആർക്കറിയാം? സാറില്ല, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് അയാളെ അങ്ങ് സ്വീകരിക്കന്നെ, അല്ലാതെ രക്ഷയില്ലല്ലോ. എന്നാൽ ഈ സമയം സൗദയുടെ വീട്ടിൽ, മോളെ സൗദ, ആ ഉമ്മ എങ്ങനെ ഉണ്ടടി പെരയും കൂടിയൊക്കെ? ഉമ്മ ആ ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അതെന്താ പെണ്ണേ, നിന്നെ കെട്ടിക്കൊണ്ടോണ്ട് വീടല്ലഞ്ഞത്? അത് അവിടുത്തെ ആൾക്കാർക്ക് ഉമ്മ നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും എന്നോട് സംസാരിച്ചൊക്കെ ചെയ്ത്. മോളെ, എൻ്റെ കുട്ടി ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ എത്തും. പക്ഷേ എനിക്ക് ആകൊരു ബേജാറ്, എൻ്റെ കുട്ടിക്ക് അവിടുത്തെ സാഹചര്യങ്ങളിലൊക്കെ പൊരുത്തപ്പെട്ട് കഴിയുമോ എന്നുള്ളായിരുന്നു. ഒന്നും വേണ്ടില്ലായിരുന്നു.
എൻ്റെ കുട്ടി അവിടെ വീട്ടുജോലിക്കെങ്കിലും ഒരു ഹെൽപ്പായി നിൽക്കുക. അല്ലാതെ ഇപ്പോൾ പഠിപ്പ് 10 പ്രാവശ്യം പോറൊന്നും ഞമ്മക്കില്ലല്ലോ. അതൊന്നും വേണ്ട. അവിടെ ആ കുട്ടികളെ നോക്കി നല്ലൊരു വീട്ടമ്മയായിട്ട് ജീവിക്കുക. ആ ഉമ്മയുണ്ടല്ലോ, എനിക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും, പിന്നെ ഓനും നോക്കിക്കോ. അത് മതി, നമുക്ക് വേറൊന്നും വേണ്ട. ഇളച്ചി നുസൈബ പഠിക്കാൻ പോവാണ്. നല്ല പെൺകുട്ടിയാണ്. ആ കുട്ടി പഠിച്ച് വളരട്ടെ. കാരണം ആ കുട്ടി എന്താ ഡോക്ടറാകാൻ പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു. എന്തായാലും ആ കുട്ടിക്കും തന്നെ എൻ്റെ മോള് ചെന്ന ഒരു ആക്കാവും. കാരണം എന്താണെന്ന് വെച്ചാലേ, ആ രാവിലെ ആ കുട്ടി പണിയൊക്കെ കഴിച്ചാൽ പോലെയൊക്കെ പറഞ്ഞു. പിന്നെ ആഴ്ച ഗർഭിണിയല്ലേ, ഈ ഒരു സമയത്തൊക്കെ ഉമ്മാൻ്റെ കുട്ടി അവിടെ എത്തിക്കിട്ടിയ വലിയ കാര്യം തന്നെ ആയിരിക്കും ഓൽക്ക്. ഉമ്മ അതിനെന്താ, എന്നെക്കൊണ്ട് കഴിയുന്നതിലൊക്കെ ഞാൻ ചെയ്യും, അതൊന്നും കുഴപ്പമില്ല. ഉമ്മ എങ്ങനെ ഉമ്മ പണിയൊക്കെ എടുക്കാതിരിക്കുക? ആ മോളെ, എൻ്റെ മനസ്സ് എന്നും അങ്ങനെ ആവട്ടെ. പിന്നെ മക്കളുമ്മ, ഞാൻ പോരാൻ നേരത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സൗദത്തെ ഇവിടെ തന്നെ നിർത്തട്ടെ എന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട് ഉമ്മച്ചി എന്നൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോളെ റാഹത്തായി നടക്കട്ടെ, അതേ ഉള്ളൂ. നവാസ് നല്ല മോൻ തന്നെയാണല്ലോ. ഓൻ അങ്ങനത്തെ ഒരു കച്ചറി ഇതൊന്നുമില്ല ആ ഓൽക്ക്. പിന്നെയും കുറച്ച് അതുള്ളത് അവിടുത്തെ രണ്ടാമത്തെ മോണ്ടല്ലോ ഫൈസലിനാണ് പിന്നെയും കുറച്ചൊരു, ഇപ്പോൾ പിന്നെ ഓന് നന്നായിക്കുന്ന പറഞ്ഞിട്ടത്. ആദ്യം കുറച്ചൊരു ഇതേ. ബാക്കിയുള്ളവരൊക്കെ നല്ല ഷമ്മാസൊക്കെ എന്തൊരു തങ്കപ്പെട്ട കുട്ടിയാന്നോ. അവിടെയൊക്കെ എത്തിക്കിട്ടിയാലൊക്കെ കഴിച്ചിലാവും. ഉമ്മാൻ്റെ കുട്ടി ദ്വാ ചെയ്യേ, തട്ടുമുട്ടൊന്നും ഇല്ലാതെ വേഗം കണ്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടാണ്. ഉമ്മ അത് നോമ്പ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞതല്ലേ. എൻ്റെ മോള് നല്ല രീതിയിൽ അവിടെ പോയി നിൽക്കണം കേട്ടോ. പുതിയാപ്പിളിനൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് മക്കളെയൊക്കെ നോക്കിയിട്ട് ഒരു മാറ്റം കാണിക്കരുത് കേട്ടോ. ഉമ്മാൻ്റെ കുട്ടീനോട് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, പിന്നെ ഇൻഷാ അല്ലാ ഭാവിയിൽ ഉമ്മാൻ്റെ കുട്ടിക്കൊക്കെ ഒരു കുട്ടികളൊക്കെ ഉണ്ടായി വരികയാണെങ്കിലേ അങ്ങനെ കുറേ അടുത്ത സംഭവമുള്ളതാണ്. ഇനി സ്വന്തം എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കലും ഉമ്മാൻ്റെ കുട്ടി മറ്റോല് വെറുക്കരുത് കേട്ടോ. അത് പലയിടത്തുള്ള സംഭവമാണ്. കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ മാപ്പിളുടെ ആദ്യത്തെ കുട്ടികളെ മാറ്റി വെക്കുക. എന്തിനാടാ ഇജ് എൻ്റെ മാപ്പിളിനെ ഇങ്ങനെ കാത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികളോട് വേദനിപ്പിച്ചില്ലാതാക്കി ആ കുട്ടികൾക്ക് ഉമ്മയും ബാപ്പയും ഇല്ലാത്ത സ്ഥിതിയിലാവും. പിന്നെ ഈ എളാമ എന്തൊക്കെ തന്നെയായാലും ഈ ബാപ്പാനോട് പാട്ടിലാക്കലും ഓലെ കുട്ടികളെ നോക്കലും മറ്റവർക്കൊന്നും കൊടുക്കാതാക്കലും ഓല ഒഴിവാക്കലും അങ്ങനെയൊക്കെ മോളെ പൊന്നു മോളെ കുറേ സംഭവങ്ങൾ കേട്ടിക്കണം. പഴയ കാലത്തൊക്കെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത്. ഇപ്പം പിന്നെ വല്ലാതെ അങ്ങോട്ട് ഉണ്ടോ അറിയില്ല കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടിക്ക് തരാനുള്ള ഉപദേശം അതൊക്കെ തന്നെയാണ്. നല്ല രീതിയിൽ ജീവിക്കുക, ഉമ്മാനെ നോക്കുക, ആ കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുക, മാപ്പിളിനെ തട്ടുത്തിരൊന്നും പറയാതെ മൂപ്പരോടൊക്കെ നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ നിൽക്കുക, വീട്ടിലത്തെ ജോലിയിലൊക്കെ സഹായിക്കുക. അങ്ങനെ ആയി തന്നെ നോക്കേണ്ടി നല്ലൊരു മരുമകൾ സ്ഥാനം ഉമ്മാൻ്റെ കുട്ടിക്ക് അവിടെ കിട്ടും. ഒരിക്കലും വേണ്ടാത്ത പരിപാടിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എൻ്റെ കുട്ടി ചിന്തിക്കും ചെയ്യരുത്. ഉമ്മ നിങ്ങളെന്താ പറയണത്, എന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വളർത്തിയത്? അപ്പോൾ പിന്നെ അല്ല മോളെ, അതിപ്പോൾ ഉമ്മാരും ഉപ്പാരും വളർത്തു ദോഷം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാവപ്പെട്ട എത്രയോ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ എത്ര കേട് വന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേയൊക്കെ നമ്മൾ ചിന്തിക്കും വേണം, നമ്മൾ നോക്കി നടത്തും വേണം. എന്തൊക്കെ തന്നെ അങ്ങനെ എല്ലായിടത്തും വിജയം ഉണ്ടാവുള്ളൂ. മറ്റേത് നമ്മളിങ്ങനെ കുശുമ്പും ഇതുമായിട്ട് നിന്നാൽ നമ്മളെ മനസ്സ് കേടുവരും, ഒരു കാര്യം നടക്കൂല. ആ രീതിയിലായിരിക്കും ഒക്കത്തിനും ഒരു ഇടങ്ങാറായിരിക്കും. ഉമ്മാൻ്റെ കുട്ടി ശുദ്ധ മനസ്സോട് കൂടിയിട്ട് ഓലെ സ്വീകരിച്ച് നല്ല രീതിയിൽ ഓരോടൊക്കെ പെരുമാറണട്ടാ. ഇൻഷാ അല്ലാ ഉമ്മ മകൾക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സൗദ കരുതി, പഠിച്ചോനെ എന്തായാലും വേണ്ടിയില്ല, നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കണം, നോക്കണം. തനിക്ക് ഒരു ഭാര്യ എന്നുള്ള ഉത്തരവാദിത്തം മാത്രമല്ല അവിടെ ഉള്ളത്, എനിക്ക് അവിടെ ഒരു ഉമ്മ എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഏറ്റിട്ടാണ് ഞാൻ പോകുന്നത്. ഉമ്മയായിട്ടും നല്ലൊരു മരുമകളായിട്ടും നല്ലൊരു ഭാര്യയായിട്ടും നല്ലൊരു മൂത്തച്ഛയായിട്ടും എല്ലാ രീതിയിലും റബ്ബേ ഞാനവിടെ നിൽക്കും. റഹ്മാനെ അതിനുള്ള ഭാഗ്യമേ എനിക്ക് നീ തരണേ അല്ലാ. സൗദ കൂടുതൽ ഓരോ ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. റബ്ബേ പഠിച്ചോനെ, ജീവിതത്തിൽ ഒരിക്കലും വിവാഹം എന്നുള്ള സ്വപ്നം അത് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇങ്ങനെയായിത്തീരുമെന്നും ഒരിക്കലും വിചാരിച്ചില്ല. അവൾ അപ്പോഴും മറ്റേ കാര്യമാണ് ഓർത്തത്. റബ്ബേ എനിക്ക് എല്ലാത്തിനും സന്തോഷമാണ്, പക്ഷേ സത്താർ അതാലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. മൂപ്പരെങ്ങാനും എന്നെ ശല്യപ്പെടുത്തോ, എൻ്റെ ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കുമെന്നുള്ള ആ ഒരു പേടി മാത്രമേ ഉള്ളൂ.
പിറ്റേന്ന് രാവിലെ മോളെ കുറേ അലക്കാണ്ടല്ലോ മോളെ. ഇന്നലെ നിങ്ങൾ പോയതും ഇട്ടതും കിണറ്റിലാണെങ്കിൽ വെള്ളവും കുറവുണ്ട്. ഇനിയിപ്പോൾ കോരി അത് ഉണ്ടാക്കി അലക്കണക്കാളെന്നല്ലേ നമുക്കാണ് കുളത്തിൻ്റെ അടുക്കൊണ്ട് പോയാലോ, അവിടെ പിന്നെ വെള്ളം ഉണ്ടാവും. ഉമ്മ നിങ്ങൾ വരണ്ട ഉമ്മ, ഞാൻ പോയിക്കോളാം. മോളെ ഈ ഒറ്റക്കോ? എൻ്റെ കുട്ടി ഒറ്റക്ക് പോകണ്ട. ഇല്ലമ്മ, അവിടെ ആൾക്കാരൊക്കെ വന്ന് അലക്കി കുളിച്ച് പോലുണ്ടല്ലോ. മോളെ കുളിക്കൊന്നും വേണ്ട. ഒരു മാക്സി മാറ്റിയിട്ടേ ഒന്നൊരു തിരുമ്പി പോരാ. ഉമ്മ നിങ്ങൾ വരണ്ട ഉമ്മ, അവിടെ ഇറങ്ങാൻ അങ്ങനെ പ്രയാസീകാരം. എന്താ മോളെ, എനിക്ക് എന്നാ ഈ കുഞ്ഞോളെ കൂട്ടി പോയിക്കോ. കുഞ്ഞോളെ താത്താനൊപ്പം ഒന്ന് പോയിക്കൊടുത്താ കുറേ തിരുമ്പാണ്ടടി. കിണറ്റിലാണെങ്കിൽ വെള്ളവും കുറവാണ്, പിന്നെ അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് മുക്കി കൊണ്ടുവരണം. ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലേ, തിരുമ്പാളതൊക്കെ ഞാൻ കൊണ്ടേക്കോളാം. കുഞ്ഞോളെ മോൾക്ക് വരാൻ ബുദ്ധിമുട്ടാണോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ട, ഒപ്പം ഒരാൾ ഉണ്ടാവണം നല്ലതാണ് എപ്പോഴും. ഇപ്പോഴത്തെ കാലമാണ്, പറയാൻ പറ്റൂല. പലതും ഇപ്പോൾ കേൾക്കാണ്. കാരണം പല രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചൊക്കെ ആൾക്കാരെയും ഒക്കെ ഉപദ്രവിക്കുന്ന കാലമാണ്. ഒന്നിനും കൗത്തിലൊരു മിനുങ്ങുണ്ടായാലും കാതിലൊരു തരി പൊന്നുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ ഒരു മടിക്കൂല. കാരണം ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ടിരിക്കണ ചെറിയ മക്കൾ വരെ. പഠിച്ചോനെ കാലം പോയൊരു പോക്ക്. അതുമല്ല പെൺകുട്ടികളുടെ അടുത്തും ഉണ്ടല്ലോ ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. പഠിച്ചോൻ കാക്കട്ടെ. ഓരോരുത്തരും കാട്ടി കൂട്ടിയത് കണ്ടില്ലേ. ഇപ്പോൾ നമ്മളെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ പറഞ്ഞു കേട്ടല്ലോ, എന്താ 17 വയസ്സുള്ളൊരു കുട്ടി എന്തോ ഒരു മട്ടത്തിൽ ആ കുട്ടീനെ നോക്കി വളർത്തി ഉണ്ടാക്കിയതേനു. +1 +2 ഒക്കെ കണ്ടായപ്പോൾ തന്നെ കുട്ടീൻ്റെ കോലം മാറാൻ തുടങ്ങി. ഇടക്കിടക്ക് പൈസക്ക് ആവശ്യപ്പെടുക. ഉമ്മ പൈസ ഉണ്ടേ കാട്ടിക്കാണി. എന്തിനാ മോനെ പൈസ? എനിക്ക് ഫീസ് അടക്കാനാണ്. അങ്ങനെയാണ് നോട്ട്ബുക്ക്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ചിച്ച് കുട്ടി പൈസ കൊണ്ടുപോകലോ. ഇപ്പം പൈസ തരാതാവുമ്പോൾ ഉമ്മാനോട് ചൂടാകണം. എന്താ അമ്മ നിങ്ങൾ പൈസ തരാത്ത? നിങ്ങൾ പൈസ തരൂലേ എന്ന് പറഞ്ഞ് ഈ 17 വയസ്സായ മക്കളൊക്കെ ഉമ്മാനങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഞെട്ടിക്കുക. കണ്ണൊക്കെ ഇങ്ങോട്ട് ചോപ്പിച്ച് വന്നുകാണ്ട്. എന്തൊക്കെ തന്നെ മക്കൾ മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ ആർക്കാലും പേടിയും ബേജാറുണ്ടാവില്ലേ. പേടിച്ചിട്ട് ആ പൈസ എടുത്തു കൊടുക്കുക. ഒടുവിൽ ബാപ്പാൻ്റെ നിരക്ക്, ബാപ്പാൻ്റെ അലമുറ തുറക്കാനും ബാപ്പാൻ്റെ ക്യാഷ് എടുക്കാനും. അതങ്ങനെ നല്ല മട്ടത്തിൽ നമ്മൾ നോക്കി വളർത്തുന്ന മക്കളാണ് പിന്നീട് ഒരിക്കൽ ഈ ഒരു അവസ്ഥ ആകണത്. റബ്ബേ ഒക്കെ ആലോചിച്ച് പഠിച്ചാൽ പേടിയാണ്. ഒരു വൈക്കും പെൺകുട്ടികളെ ആൺകുട്ടികളെ വിടാൻ പറ്റാത്ത കാലാണ് ഉമ്മ. എന്നിട്ട് എന്താണ് അതായത് എന്താ ആകാനാ? വല്യമ്മ ഉണ്ടായിനോ അവിടെ മുറ്റടിച്ച് വരുന്നു. വല്യമ്മാൻ്റെ കൗത്തിലൊരു മാല ഉണ്ടായിനോ. വല്യമ്മാനോട് പറഞ്ഞോ ഈ മാല വല്യമ്മ മുക്കിൻ്റെതാണൊക്കെ ചോദിച്ചില്ല ആദ്യം. അല്ല മോനെ, ഇത് നാൾ സ്ഥലം വിറ്റപ്പോൾ കിട്ടിയേ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ്, അതുകൊണ്ട് അവിടെ കിടന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ചിലവായി പോയിനു എന്ന് പറഞ്ഞു. എന്തായാലും വല്യമ്മ തിരിഞ്ഞപ്പോത്തിന് മോന് ആ മാലയും പിടിച്ച് വലിച്ച് മണ്ടിയിക്കണ്. വല്യമ്മ കുറേ കരഞ്ഞ് നുളോളിച്ച് കുട്ടിൻ്റെ വൈത്തല പോയി. എവിടെ വല്യമ്മാനെ കൈകൊണ്ട് നല്ലൊരു അടിയും കൊടുത്തിട്ടാണ് പോയത്. തൊള്ളിന്നൊക്കെ ചോര വന്നൊക്കെ പറയുന്നുണ്ട്. പഠിച്ചോനെ ഇപ്പോഴത്തെ കാലത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലാ ഒരു മക്കൾക്കും ഇങ്ങനൊരു വിധി ഇല്ലാക്കട്ടെ. അതുകൊണ്ടാണ് കുട്ടിയെ പറഞ്ഞത് നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോകണം. കാരണം ഒരു തരി പൊന്നിനും വേണ്ടിയിട്ട് കുറച്ച് പൈസക്കും വേണ്ടി മനുഷ്യന്മാരെ കൊല്ലാനും മടിക്കാത്ത കാലമാണ് ഇപ്പോൾ. കാരണം എന്താ, അത്രക്കും വലിയ ലഹരിയും കാര്യങ്ങളൊക്കെ അല്ലേ ആൾക്കാർ ഉപയോഗിക്കണത്. അത് കുട്ടികളായാലും വലിയവരായാലും. ഇതാണെങ്കിൽ വിൽക്കാൻ കുറേ ആൾക്കാരും ഇതിന് കുറേ ഏജൻറ്റുമാരും. ഈ ഏജൻറ്റുമാരാണെങ്കിൽ കുട്ടികളെ സ്കൂളിൻ്റെ അടുത്തും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട്. ഇതാണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണല്ലോ ഒരു ജാതി സൈസ് പിരാന്ത് തലക്ക് വരികയാണല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും. അതിങ്ങോട്ട് ആ ഒരു നേരമാകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു സൈസ് ഭ്രാന്താണല്ലോ. ആ ഒരു ഭ്രാന്ത് ഇങ്ങോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇങ്ങോട്ട് കിട്ടണം. അല്ലെങ്കിൽ ഉമ്മ എന്നോ ബാപ്പ എന്നോ പെങ്ങന്മാരെന്നോ വല്യമ്മ എന്നോ അങ്ങനത്തെ ഒരു ഇതുമില്ല. ഓരോ കാലം ഈ കുട്ടികളെ തന്നെയാണല്ലോ ഈ വഴി തെറ്റിക്കണത്. ഓരോ എന്തൊക്കെ ഒരു സാധനം MDMA അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണല്ലോ ശരീരത്തിന് പറ്റുന്ന ഓരോ കെമിക്കലല്ലേ ഓരോ കുട്ടികൾ കാട്ടിക്കൂട്ടണത്. അതിൻ്റെ റബ്ബേ, അതിനും വേണ്ടി ഓരോ ഏജൻറ്റുമാർ നിൽക്കുക. കുട്ടികളെയൊക്കെ ഒന്ന് പൈസ എങ്ങനെയെങ്കിലും. കുട്ടികളാണെങ്കിൽ വീട്ടിൽ വന്ന് ഓരോന്ന് മോഷ്ടിച്ചിട്ടും ആൾക്കാരെ കൊന്നിട്ടും ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടും ഉപദ്രവിച്ചിട്ടും പൈസ സ്വർണ്ണമൊക്കെ എടുത്ത് പോവുക. എന്നിട്ട് ഓൽക്കത് കൊണ്ടുപോയി കൊടുക്കുക. ഓല് സാധനം കൊടുക്കും. കുട്ടികൾ അതിൻ്റെ ലഹരിയിൽ ഇങ്ങനെ ജീവിക്കുക. ഇപ്പോഴാണെങ്കിൽ കുറച്ച് അധികമാണ്. അതിൻ്റെ പേരിൽ കുറേ കൊലകളും കൊലപാതകങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ വല്ലാത്തൊരു പ്രയാസം തന്നെ. വിശ്വസിച്ചൊരു മക്കളെ പുറത്തേക്ക് വിടാൻ പറ്റണില്ല. നല്ലോ ഓർത്തോളി മക്കളെ. ആരും എന്തെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനത്തെ. എനിക്ക് പെൺകുട്ടികളാണ്. പെൺകുട്ടികളാണെന്ന് വെച്ചിട്ടെന്താ
ഓൽക്ക് എന്താ ചെക്കന്മാരെന്താ ജ്യൂസിൽ കലക്കി കൊടുക്കുകയെ, എന്തോ ഒരു മയക്കുമരുന്നിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് ജ്യൂസിൽ കലക്കി കൊടുത്താൽ ഈ കുട്ടികൾക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ ജ്യൂസ് കുടിക്കാൻ പൂതിയാകുക, അതിനിങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തി. പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്, ആൺകുട്ടികൾക്കും എല്ലാ രീതിയിലും മനുഷ്യന്മാരെ കേടുവരുത്താനേ സമൂഹം വളർന്നിക്കണ്. ഓൻ്റെ റബ്ബേ, ആരും വിശ്വസിക്കാനും പറ്റില്ല. ശ്രദ്ധിച്ച് പോയിക്കോളും ഞാനില്ലാണ്ട്. സൗദേ, ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ പോകണം അങ്ങോട്ട്, ഇത്രയും നേരമായില്ലേ? ഇല്ലമ്മ കുഴപ്പമില്ല, അതിന് ബന്ധക്കോളം ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഇവിടെ അപ്പുറത്ത് ഈ റബ്ബർ തോട്ടം നിന്ന് കഴിഞ്ഞാൽ അതാ അവിടെ എത്തി. കുഞ്ഞോളെ നല്ല ശ്രദ്ധിച്ചോലിട്ടോ, കുറേ തിരുമ്പാനുണ്ട്, എന്നെ കൂടെ ഇറങ്ങാൻ എങ്ങനെങ്കിലൊക്കെ വന്നീനു, പിന്നെ കാലിനെ മുട്ടുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് വെയ്യ, പഴയമാരി ഇങ്ങോട്ട് കയറ്റിറങ്ങാനും കയറാനൊന്നും. അതുകൊണ്ടാണ് അങ്ങനെ. അതാ അവർ രണ്ടുപേരും പുറപ്പെടുന്നു. ഉമ്മ പ്രാർത്ഥിച്ച് പഠിച്ചവനെ മക്കളെ കാത്തു രക്ഷിക്കണം. ചുറ്റുഭാഗത്തും കെണി വിരിച്ച് നിൽക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട്. അതൊരു പേടി എന്ന് പറഞ്ഞ സാധനമല്ലേ. കാരണം എന്താ, ഈ ജയിലിൽ ആൾക്കാരെ കയറ്റിയാലും ഇതന്നെയല്ലേ, ഓൾക്ക് അവിടെ സംഭവം എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. എന്താ പിന്നെ ഇവിടുത്തെ ഒരു നിയമം കാര്യങ്ങളും. ജയിലിൽ എത്തിയാൽ തന്നെ അവിടെ ടീമുണ്ടല്ലോ ഈ മയക്കുമരുന്ന് അത് എത്തിച്ചു കൊടുക്കാൻ. അങ്ങനെ അവിടെ ഓൾക്ക് സുഖമാണ്. എന്തൊക്കെ തന്നെയായാലും ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, അറിയാതെ ഭക്ഷണത്തിൽ കൂടി ആയാലും ഇതിലൊക്കെ ആരറിയണേ ഇതൊക്കെ. ഇന്നത്തെ കാലമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പെൺകുട്ടികളുണ്ടായിട്ട് തന്നെ ഇങ്ങനത്തെ പേടി. സൗദിയും കുഞ്ഞോളും അതാ അലക്കുവാൻ വേണ്ടി അതാ കുളത്തിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുളത്തിൻ്റെ വക്കത്തായിട്ട് 3-4 പേരിരുന്ന് അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നു. സൗദക്ക് ശരിക്കും പേടിയായി. പേടിക്കണ്ട, ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങളെ ഉപദ്രവിക്കൊന്നുമില്ല. അവളും കുഞ്ഞോളും തിരിച്ചു നടക്കുവാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവരത് പറഞ്ഞത്. പേടിക്കണ കുട്ടികളെ, നിങ്ങളിവിടെ അലക്കിക്കോളി, വെള്ളം ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അലക്കിക്കോളി, ഞങ്ങളിവിടെ തണുപ്പുള്ളാൻ വേണ്ടിയിട്ടേ. പഠിച്ചോനെ, എനിക്ക് നോമ്പും കാര്യവും ഒന്നുമില്ലേക്കും, നമുക്ക് അലക്കിയിട്ട് വേഗം അങ്ങോട്ട് പോകാം. സൗദ ശരിക്കും പേടിച്ചിരുന്നു. പേടിക്കണ പെങ്ങളെ, ഞങ്ങൾ എണീറ്റ് പോയിക്കോളാം. അവർ 4 പേരും അപ്പോൾ തന്നെ അവിടുന്ന് വഴി മാറിക്കൊടുത്തു. ഭാഗ്യം, നല്ല മനുഷ്യന്മാരാ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർ നല്ല മനുഷ്യന്മാരുണ്ടാവും കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ വേഗം മാറി തന്നല്ലോ. ഏതൊക്കെയാവോ ആൾക്കാർ, അറിയാത്ത കുറച്ച് ആൾക്കാർ അത് ആ ഭാഗത്തൊക്കെ ഉള്ള തോന്നുന്നുണ്ട്. എന്നാൽ ഈ സമയം അവർ 4 പേരും പോയത് മറ്റൊരിടത്തേക്കായിരുന്നു. സത്താറും അവിടെ ഉണ്ടായിരുന്നു. സത്താറേ, നിൻ്റെ കിളിപോലുള്ള പെണ്ണ് അവളവിടെ ഉണ്ടല്ലേടി, ഞാൻ കണ്ടല്ലോ. എന്ത് നിങ്ങൾ പറയുന്നത്? നീയല്ലേ കെട്ടാൻ നടക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണതാടാ കുളക്കടവിൽ അലക്കാൻ വേണ്ടി വന്നിക്കണേ. ആര്? സൗദയോ? അതാണെന്ന് തോന്നുന്നു. അല്ല എന്താടാ നിൻ്റെ കല്യാണക്കാരൊക്കെ? മറ്റു പലതും കേട്ടിരുന്നല്ലോ. ആ പെണ്ണിന് നിക്കാഹ് കഴിഞ്ഞോന്നോ? എന്തൊക്കെ? നിക്കാഹോ? ഞാനറിയാതെ സൗദിൻ്റെ നിക്കാഹ് എങ്ങനെ നടക്കുക? നിക്കാഹിന് ഞാനറിയാത്തൊരു നിക്കാഹ് അവിടെ നടക്കൂലല്ലോ. അതെന്താടാ, നീ എന്തോളം ബാപ്പയാണോ? ബാപ്പയായിട്ടൊന്നല്ല, എനിക്ക് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കാതെ എങ്ങനെ അവളുടെ നിക്കാഹ് നടക്കും? ഒരിക്കലുമില്ല. അപ്പോൾ തന്നെ അതാ അവന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എവിടെയാടാ? ആ കുളക്കടവിൽ കണ്ടു, കിളി പോലത്തെ 2 പെൺകുട്ടികളുണ്ട്. അവരെ എനിക്ക് തോന്നി അത് നീ കെട്ടണമെന്ന് വിചാരിച്ച പെണ്ണാണോ എന്നൊരു തോന്നില്ല. അതാ ഞാൻ അറിയില്ല കേട്ടോ, നീ ഉപദ്രവിക്കൊന്നും വേണ്ട പോയിട്ട്. സത്താറ് നേരെ അത് ലക്ഷ്യമാക്കി നടന്നു. കുളക്കടവിൽ നിന്ന് അതാ അലക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഓഹോ, പറഞ്ഞ പോലെ തന്നെ കിളി പോലത്തെ 2 പെൺകുട്ടികൾ, അതിലൊന്ന് ഞാൻ കെട്ടാൻ വിചാരിച്ച പെണ്ണാണല്ലോ. പെട്ടെന്ന് അതാ സൗദ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ സത്താർ അതുവഴി വരുന്നു. സൗദ, സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അല്ലാ, ആരാ? ആരുമല്ല മോളെ, നിന്റെ സത്താർക്കയടി. അല്ലോ, സത്താർക്ക എന്താ ഇവിടെ? അല്ലേ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കിളി പോലുള്ളൊരു പെണ്ണിവിടെ അലക്കുന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴേ. അല്ല മോളെ, എന്തായി നമ്മുടെ നിക്കാഹിൻ്റെ കാര്യം? നീ ഓക്കെ പറഞ്ഞില്ലല്ലോ ഇതുവരെയായിട്ട്. സത്താർക്ക പ്ലീസ്, നിങ്ങളെന്നെ ഉപദ്രവിക്കരുത്. മോളെ ഞാൻ ഉപദ്രവിക്കേ? എന്തിനെ? എൻ്റെ പെണ്ണിനെ ഞാൻ ഉപദ്രവിക്കില്ലല്ലോ. പിന്നെന്താ ഇവിടെ വന്നത്? ഒന്നുമില്ല പെണ്ണേ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഒരുപാട് ആഗ്രഹിച്ച പെണ്ണിനെ ഒന്ന് കണ്ണെറിയെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ. സത്താർക്ക പ്ലീസ്, നിങ്ങൾ പോയിക്കോളി ഇവിടുന്ന്, എനിക്ക് കുറച്ചുകൂടി അലക്കാണ്ട്, എനിക്ക് പേടിയാണ്. എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ നിന്നെ കുറച്ച്.
ഒരുപാടുണ്ടല്ലോ അലക്കാൻ. എൻ്റെ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് എനിക്കൊരിക്കലും ഇഷ്ടമല്ല കേട്ടോ. അതെ സത്താർക്ക, നിങ്ങളൊന്ന് മാറിത്തരണം, ഞാനിവിടെ നിന്ന് വിളിച്ചു പോവും. ആഹാ, ഇവിടെ ഈ കാട്ടിൽ വിളിച്ചു പോയാൽ ആരെ കേൾക്കാനാ പെണ്ണേ? എന്തിനാ മോളെ? ഇത്താത്താക്ക് എന്നെ പേടിയാണത്രേ. ഇത്താത്താക്ക് എന്താ മോളെ എന്നെ കല്യാണം കഴിച്ചൂടെ കുഞ്ഞോളോടായിട്ട്? അതാ അവൻ പറയുന്നു. ഇക്ക നിങ്ങളൊന്ന് മാറിത്തരുമോ, എൻ്റെ ഇത്താത്ത പാവാണ്. അവളും അത് പറഞ്ഞു. ഇത്താത്ത പാവായതുകൊണ്ടാണല്ലോ ഇത്താത്തയെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയത്. പക്ഷെ പറ്റുന്നില്ലല്ലോ ഇത്താത്താക്ക് എന്നെ. എന്തുകൊണ്ടാണ് ഇത്താത്താക്ക് പറ്റാത്തത്? ഞാനെന്താ മൊഞ്ചില്ലായിട്ടാണോ? മോൾക്ക് അളിയനായി എന്നെ പറ്റൂലേ? ആ കുട്ടിയും പേടിച്ചിരുന്നു. സൗദ, ഈ കുട്ടിയുടെ മുമ്പിൽ നിന്നാണ് നിന്നോട് പറയുന്നത്. സൗദ, എനിക്ക് മറക്കാനാവില്ല പെണ്ണേ നിന്നെ. ഒരിക്കലും ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, ഒരിക്കലും ഒന്നും ചെയ്യില്ല. എനിക്ക് ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. സത്താർക്ക, നിങ്ങൾ മനുഷ്യനെ ഇടങ്ങാറാക്കല്ലേ? ഇടങ്ങാറാക്ക്? ഞാൻ ഇടങ്ങാറാക്കിയില്ലല്ലോ. നീ എന്തിനാ വേണ്ട 3-4 പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കണ വീട്ടിൽ നിന്ന് നിന്നെ ഞാനങ്ങ് സംരക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിനക്കുള്ള വീടും സ്ഥലവും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് വെച്ച് തരും. സത്താർക്ക പ്ലീസ്, നിങ്ങൾ മുനീറാത്തിയുടെ കാര്യം മറക്കരുത്. നിങ്ങളുടെ മക്കളുടെയും. ആ സ്ത്രീ ഒരു പാവാണ്. അവൾ പാവായിക്കോട്ടെ, അവളെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ലല്ലോ. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കും, നിനക്ക് വേണ്ടതെല്ലാം ഞാനും തരും. എന്താ? സത്താർക്ക, നോ, എനിക്ക് മറ്റൊരു വിവാഹം ശരിയായിട്ടുണ്ട്. ദയവായി നിങ്ങൾ അത് കൊളാക്കരുത്. ആഹാ, അങ്ങനെയാണല്ലേ? ആയിക്കോട്ടെ, ഒരിക്കലും നീ പറഞ്ഞ കാര്യം മറക്കില്ല കേട്ടോ. കുട്ടികളും മക്കളുള്ള പെണ്ണുങ്ങളുള്ള നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കേ അവർ ആകെ ബുദ്ധിമുട്ടാവില്ലേ? ഇപ്പോൾ എന്താടി, മക്കളുണ്ട്, ഭാര്യ ഉണ്ടൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഇപ്പോൾ എന്താ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ? അത് അവരുടെ ഭാര്യ ഇല്ലല്ലോ, മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചില്ലേ? കാര്യങ്ങളെല്ലാം ഞാൻ നൈസായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ നിൻ്റെ മനസ്സൊന്ന് മാറ്റുക, അതെനിക്കുള്ളൂ. അതായത് എൻ്റെ സൗദ, എൻ്റെ പെണ്ണെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണടി അന്നെ. അതെ, മോളുണ്ട് കേട്ടോ, ചെറിയ മോളാണ്. ഓളുടെ മുമ്പ് നിങ്ങൾ അനാവശ്യം പറയില്ലേ? അനാവശ്യമാണ് അതൊക്കെ. ഞാൻ അവളോട് പറഞ്ഞില്ല അവളുടെ അളിയനായി ഞാൻ വരട്ടേന്ന്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ആ കുട്ടി പേടിച്ചിരിക്കുകയാണ്. സത്താർക്ക, ദയവായി എനിക്ക് കുറച്ചുകൂടി അലക്കാണ്ട്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോവാണ്. അങ്ങനെ അങ്ങ് പോയാലോ മോളെ? എന്താ, ഞാൻ ചോദിച്ചില്ലേ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന്? നീ അലക്കിക്കോ. നിൻ്റെ അലക്കൽ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പൊന്നുമോളെ, അത് വല്ലാത്തൊരു സുഖമാണ് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അവൾക്ക് ശരിക്കും ഭയം തോന്നി. പഠിച്ചോനെ, നവാസ്ക്ക് എങ്ങാനും ഇതറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എൻ്റെ നിക്കാഹെല്ലാം മുടങ്ങും. അല്ലാ, ഞാനിത് ആരോടെ പറയാം? എനിക്കറിയില്ല. വീട്ടിൽ വന്ന് പറഞ്ഞാലും വീട്ടുകാരെന്നൊരു പേടിയില്ലാത്ത മനുഷ്യനാണ്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അലക്കിയ വസ്ത്രങ്ങളതാ കഴുകിക്കൊണ്ടിരുന്നു. ഒലുമ്പിയെടുത്ത് അത് ബക്കറ്റിലിട്ട് കൊണ്ടിരുന്നു. അതെന്താടി മുഴുവൻ അലക്കാതെ അങ്ങോട്ട് പോകുന്നത്? വേണ്ട, ഞാൻ പോവാണ്. ഏയ്, എന്നെ പേടിച്ച് നീ പോകണ്ട, ഞാനങ്ങ് മാറിത്തരാം. നീ അതങ്ങ് മുഴുവനും കഴുകി കൊണ്ടുപോയിക്കോ. എന്താ, നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. അത് ഞാനങ്ങ് പിടിച്ചോളാം. ഞാൻ പിടിച്ച് നിൻ്റെ വീട്ടിലെത്തിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ എടുത്തോളാം. എനിക്ക് അത്ര ആരോഗ്യക്കുറവൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ. ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ വേദനിപ്പിക്കാനും അവരെ കൊണ്ട് ജോലി എടുപ്പിക്കാനും ഒരാണും കൊതിക്കില്ല. എനിക്ക് കഴിയില്ലടി. നീ ഇങ്ങനെ അലക്കുന്നത് കാണുമ്പോഴേ നിൻ്റെ കൈകൾക്ക് എന്തെങ്കിലും വേദന പറ്റുമെന്നൊക്കെ തോന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ അടവുകളും അവിടെ പ്രയോഗിച്ചു കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും അവളെ മനസ്സ് മാറ്റണം, അതാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവൾ പറഞ്ഞത്, സത്തർക്ക, നിങ്ങൾ ഇനി എൻ്റെ മുമ്പിൽ വരരുതിട്ടോ. എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ്. ദയവായി നിങ്ങൾ കൊളാക്കരുത്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് വേറെ ഉണ്ട് പെൺകുട്ടികൾ, അവരൊക്കെ ഇറക്കാനുള്ളതാണ്. ഞാനൊന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ അവർക്കൊക്കെ ഒരു വിവാഹം ഉണ്ടാവുള്ളൂ. ഓഹോ, ഇത് ഞാൻ എന്നേ പറഞ്ഞതാ. നീ അതിന് സമ്മതിച്ചില്ലല്ലോ പെണ്ണേ. എടി പെണ്ണേ, നിന്നെ കാണാൻ എന്ത് ഭംഗിയാ പെണ്ണേ. പഠിച്ചവനായിട്ട് നിന്നെ എങ്ങനെ ഇത് സൃഷ്ടിച്ചത് എങ്ങനെ? പ്ലീസ്, ദയവായി നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് പോവും. എനിക്കൊന്നും കേൾക്കണ്ട. ആഹാ, നീ അങ്ങനെയങ്ങ് പറഞ്ഞാലോ? സത്താർക്ക അതാ അടുക്കലേക്ക് വരുന്നു. അനിയത്തിക്കുട്ടി, വേണ്ട, എൻ്റെ ഇത്താത്ത ഒന്നും ചെയ്യണ്ട. ഇല്ല മോളെ, എന്ത് ചെയ്യാൻ എൻ്റെ ഇത്താത്തയെ ഒന്നും ഞാൻ ചെയ്യില്ലല്ലോ.
നിൻ്റെ എത്താത്തെ ഒത്തിരിയോ സ്നേഹിച്ചു, അതല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. പ്ലീസ് എൻ്റെ അടുക്കലേക്ക് വരരുത്, ഇവിടെ വെള്ളമാണ് താഴെ. അതിനെന്താ, ഞാനില്ലേ കൂടെ. അതിലേക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാലേ ഞാൻ തന്നെ നിന്നെ പൊക്കിയെടുക്കേണ്ടി വരും മോളെ. തൽക്കാലം അങ്ങോട്ട് നീങ്ങണ്ട, അവിടെ നിൽക്ക്. ഇക്ക പ്ലീസ് എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തിനാണ് നിങ്ങളിങ്ങനെ തടസ്സം നിൽക്കുന്നത് എൻ്റെ വിവാഹത്തിന്? ഞാൻ തടസ്സം നിന്നില്ലല്ലോ, ആദ്യം തന്നെ ഞാൻ നിന്നോട് ചോദിച്ചാണ്. എൻ്റെ കൂടെ വാ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. പക്ഷേ നീയായിട്ട് അതങ്ങ് തള്ളിക്കളഞ്ഞു, എന്നെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അല്ലേ? സത്താർക്ക എന്തിനാ? ഞാൻ പോവുകയാണ്, നിങ്ങളെന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എൻ്റെ പെണ്ണെ. ഇക്കാക്ക് നിന്നോട് ഇഷ്ടമാണടി, ഇഷ്ടം കൊണ്ട് പറയല്ലേ. എന്താ നീ അവനങ്ങ് ഒഴിവാക്ക്, ആ നിക്കാഹ് വേണ്ടെന്ന് വയ്ക്ക്, എൻ്റെ കൂടെ നീ ജീവിക്ക്. എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമായിട്ടാണ്. സൗദ പേടിച്ച് കരഞ്ഞു. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല പെണ്ണെ, നിന്നെ സംരക്ഷിക്കാൻ മാത്രമാണ് ഈ കൈകളുള്ളത്. ഇതാ നീ എൻ്റെ പെണ്ണല്ലേ, എനിക്ക് വേണ്ടിയല്ല നിന്നെ സൃഷ്ടിച്ചത്. പിന്നെ നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുമ്പോൾ എനിക്കത് പറ്റുമോ? ഇല്ലല്ലോ. ദയവായി എൻ്റെ അടുക്കിലേക്ക് വരരുത്, എനിക്ക് പേടിയാണ്, എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല പെണ്ണേ. സൗദ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി. അല്ലാ ദേ അവിടെ വലിയ കുണ്ടാണ് കേട്ടോ, അങ്ങോട്ടെങ്ങാനും തെന്നി വീണ് കഴിഞ്ഞാലേ പിന്നെ പഠിച്ചോനെ എന്ത് റബ്ബേ ഞാൻ ചെയ്യാം. മുന്നിൽ അതാ സത്താറ്, ബാക്കിലാണെങ്കിൽ ആ വലിയൊരു വെള്ളമുള്ള കുഴിയും. എന്ത് റബ്ബേ ഞാൻ ചെയ്യാം, ഞാൻ എങ്ങോട്ട് നിൽക്കും? കുഞ്ഞോള് കരയുകയാണ്. എൻ്റെ ഇത്താത്തയൊന്നും ചെയ്യല്ലേ. ഇല്ല കുട്ടി, ഒന്നും ചെയ്യില്ല, ഇവളെ രക്ഷിക്കുള്ളൂ, ഒന്നും സംഭവിക്കില്ല. സത്താറത സൗദിയുടെ നേരെ നടന്നെടുക്കുന്നു. ഒരു നിമിഷം മതി, ഒന്ന് കാല് തെറ്റിയാൽ അവൾ താഴെ വീഴും. അല്ലാ പഠിച്ചവനെ നീ കാത്തു രക്ഷിക്കല്ല. അവൾ പടച്ചുറബിനെ വിളിച്ച് കരഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.